ഹായ്, മാന്തൽ ക്ലീനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കുറച്ച് മാന്തളാണ് മേടിച്ചിട്ടുള്ളത്. നമ്മളൊരു 1/2 കിലോ മാന്തൾ മേടിച്ചിട്ടുണ്ട്. ഈ മാന്തൾ നമ്മൾ നന്നാക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. ഈ മാന്തൾ നന്നാക്കുന്ന വീഡിയോ ഇടാനായിട്ട് 2-3 പ്രാവശ്യമായി ഒരു കുട്ടി പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഇത് അറിയാത്ത ആൾക്കാരൊക്കെ കണ്ട് പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഈ മാന്തൾ എങ്ങനെ നന്നാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മാന്തൾ ആദ്യം നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. കണ്ടോ, നല്ല പച്ച മാന്തളാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് അങ്ങനെ കാണിച്ചാൽ കിട്ടില്ല. ഇത് ഐസ് ഇട്ടതാണ്. അതാണ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. അപ്പോഴേക്കും കണ്ടോ, ഇതിങ്ങനെ ഇളകി കിട്ടും. ഈ സ്ഥലത്ത് തന്നെ നമ്മൾ ഇളക്കിയെടുക്കണം. തലയുടെ ഈ ഭാഗം നല്ല പച്ചയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ തൊലി കളഞ്ഞെടുക്കുന്ന സമയത്ത് പകുതിയും അതിന്മേൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. കണ്ടോ, ഇത് കണ്ടോ, ഇതിപ്പോൾ ഐസ് ഇട്ടായ കാരണം നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. എന്നിട്ട് ഈ മുള്ളുണ്ടല്ലേ, ഈ മുള്ള് നമ്മൾ നമ്മളെ കയ്യിലൊന്നും കൊണ്ട് കയറുന്നതല്ല, ഒരു പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, അതിങ്ങനെ കത്രികയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒന്ന് വിടർത്തി കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ വെട്ടി കളയാം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കത്രിക ഉപയോഗിക്കാറില്ല, അത് കാരണം നമ്മൾ കത്തിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ വെട്ടി കളഞ്ഞാൽ മതി. തൊലി കളഞ്ഞതിന് ശേഷം വേണം നമ്മളിങ്ങനെ ഈ മുള്ള് വെട്ടി കളയാനായിട്ട്. കണ്ടോ, ഈ വശം നമുക്ക് അതുപോലെ വെട്ടാം. ഇത് കണ്ടോ, ഇത് രണ്ടും 2 സൈസാണ്. നമ്മൾ ആദ്യം ഒരെണ്ണം പൊളിച്ചത് ഈ സൈസാണ് നമ്മൾ പൊളിച്ചത്. ഇത് വേറെ സൈസാണ് കേട്ടോ, കുറച്ചും കൂടെ കട്ടിയുള്ളത്. ഇതും ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ഇവിടെ വെറുതെ ഇങ്ങനെ കത്തി കൊണ്ടോ നാഗം കൊണ്ടോ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വിടർത്തി ഇങ്ങനെ വെട്ടാം. കത്തിരി കൊണ്ടാണെങ്കിൽ കത്തിരി കൊണ്ട് വെട്ടാം. അല്ല കത്തി കൊണ്ടാണെങ്കിൽ ഇതിങ്ങനെ തന്നെ പിടിച്ച് ഇങ്ങനെ കളഞ്ഞാൽ മതി. ഇതിപ്പം വലിയ നമ്മൾ മറ്റേ മീനിൻ്റെ ഒക്കെ പോലത്തെ വലിയ മുള്ളൊന്നും അല്ലത്. ഇതിപ്പോൾ നമ്മൾ വലിയ മുള്ളൊന്നും അല്ല. ഇത് സിമ്പിളായിട്ട് നമ്മൾക്ക് വെട്ടിയെടുക്കാൻ പറ്റിയ സൈസ് മുള്ള. കയ്യിലൊന്നും കൊണ്ട് കയറില്ല. വേസ്റ്റായ സാധനങ്ങളൊക്കെ നമുക്ക് കളയണമല്ലോ, അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കളയാം. പിന്നെ നമ്മൾ വേറെ സൈസ് കുഞ്ഞു നങ്കില്ലേ, ഇവിടെ ഇതിന് മാന്തളെന്ന് പറയാം കേട്ടോ. ആ കുഞ്ഞു നങ്ക് നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് പൊളിച്ചെടുക്കാം. അതൊക്കെ നല്ല മുളക് കറി വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണത്. ഇത് നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത് മുളക് കറി വയ്ക്കാം, നല്ല ടേസ്റ്റാണ്. അത് ചീനിയോ ഇവിടെ കൊള്ളിക്കിഴങ്ങെന്ന് പറയാം കേട്ടോ, ഒക്കെ കൊണ്ട് പുഴുങ്ങി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. നമുക്ക് കറി വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കളയാം തല കേട്ടോ. ഇവിടെ തൊട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. കൈ മുറിയാണ്ടൊക്കെ ചെയ്തോളാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു. അപ്പോൾ നമുക്കിത് എല്ലാം ഇതുപോലെ നമുക്ക് നന്നാക്കി എടുക്കാം. അപ്പം ഞാൻ ഒരെണ്ണം കൂടെ നന്നാക്കി കാണിക്കാം. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഊരിയെടുക്കുക. അതിൻ്റെ തൊലി കട്ടിയൊന്നും ഇല്ലാത്ത തൊലിയാണ്. ഈ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ പള്ള ഭാഗം, ഇതിൻ്റെ തൊലി കിട്ടാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ കിട്ടാണ്ട് വരികയാണെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് ഒന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ പോരും. ഭയങ്കര പാടാണ് കിട്ടാനായിട്ട്. ഒരു വശം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങോട്ട് കിട്ടും. ചിലതിൻ്റെയൊക്കെ നമുക്ക് വേഗം കിട്ടും കേട്ടോ. ഉണ്ടോ, ഇനി കുഴപ്പമില്ല. അത് ഇവിടെ ഇങ്ങോട്ട് വിട്ട് കിട്ടിയാൽ മതി ഈ ഭാഗം, പിന്നെ ഇങ്ങോട്ട് പോരും. അത് അവിടെ വന്നപ്പോൾ പിടിച്ച്, അതാണ് അതിൻ്റെ പള്ളഭാഗം. ഭയങ്കര പാടാണ്. കണ്ട, ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്കത് കിട്ടാനായിട്ട്. അതും കിട്ടി. നമുക്ക് 2 സൈഡും വെട്ടിയെടുക്കാം. നമ്മൾ മീനെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിലേക്ക് ഇടാം. ഇനി നമ്മൾ ഈ മറ്റൊക്കെ തേച്ചരച്ച് കഴുകിയെടുക്കില്ലേ, അതുപോലെ ഒന്നും ഉരച്ചെടുക്കണ്ട. നമുക്കിതിങ്ങനെ ഉപ്പുവെള്ളത്തിൽ ഇങ്ങനെ കഴുകിയെടുത്താൽ മതി. അത് കഷ്ണമാക്കിയതിന് ശേഷം കഴുകിയാലും മതി. അല്ലെങ്കിൽ നമുക്കിങ്ങനെ 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നമുക്ക് കഷ്ണമാക്കി എടുക്കാം. ഇങ്ങനെ കഴുകിയാൽ മതി കേട്ടോ. അതിന് നമ്മൾ ചട്ടിയിലിട്ട് ഇങ്ങനെ തേച്ച് ഉരയ്ക്കരുത്, അതിന് മാംസമൊക്കെ പോകും അതിൻ്റെ.
അപ്പോൾ നമ്മൾ 2-3 വെള്ളത്തിലൊക്കെ കഴുകിയിട്ടുണ്ട്. ഇത് ഒന്ന് മുറിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കാം. നമുക്കൊന്ന് കഷ്ണമാക്കാം. കൈ മുറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മരക്കഷ്ണത്തിലോ എന്തെങ്കിലും വെച്ച് മുറിച്ചാൽ ഇത്രയ്ക്കുള്ള പീസാക്കാം. ഇങ്ങനെ കണ്ട, എന്നിട്ട് കൈ മുറിയാണ്ട് എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ ഉണ്ടല്ലേ, നമ്മുടെ വിരലില്ലേ, വിരൽ കണ്ട, ഈ വിരൽ തന്നെ ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കത്തി കൊള്ളില്ല, നമ്മുടെ കൈ മുറിയില്ല. നമ്മൾ മുറിക്കുമ്പോൾ എന്താ, നമ്മുടെ വിരൽ ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ കണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുറിക്കുമ്പം കത്തി നമ്മൾ ആ 2 വിരലിൻ്റെ ഇടയ്ക്കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൈ മുറിയില്ല കണ്ടോ. എന്നിട്ട് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ പതുക്കെ അങ്ങനെ മുറിച്ചാൽ മതി. ഈ ഒരു അളവിൽ നമുക്ക് ഇത്തിരി വലുതാക്കി എടുക്കണമെങ്കിൽ വലുതാക്കി നമുക്ക് എടുക്കാം. ഈ ഒരു തലഭാഗം മാറ്റാം കേട്ടോ. നമ്മൾ വലിയ പീസ് എടുത്ത് കറി വയ്ക്കാനാണെങ്കിൽ നമുക്ക് ഇത്തിരി വലുതാക്കി മുറിച്ചിട്ട് എടുക്കാം കേട്ടോ. അതെല്ലാം നമ്മളെന്തെങ്കിലും വെച്ച് മുറിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതുപോലെ നമുക്കെല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കണ്ടോ, മുറിച്ച് ഇതുപോലെ ഈ ഒരു ലെവലിൽ നമ്മൾ മുറിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ഈ കഷ്ണമൊക്കെ നമുക്ക് കറി വയ്ക്കാം. ഈ ചെറിയ കഷ്ണങ്ങളൊക്കെ വേണമെങ്കിൽ വറുക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.